വിശദമായ വാർത്തകളിലേക്ക്. ജിഷ വധക്കേസിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയെ പിന്തുണച്ച് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മുമ്പാകെ നേരിട്ട് ഹാജരാകുകയാണ് ഉചിതമെന്ന് കോടതി പറഞ്ഞു. ഐജി സമർപ്പിച്ച ഹർജിയിൽ നാളെ കോടതി വിധി പറയും. ജിഷ വധക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന പോലീസ് കംപ്ലയൻസ് അതോറിറ്റിയുടെ നിർദ്ദേശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഐജി മഹിപാൽ യാദവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി അതോറിറ്റിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. നാളെ ഇത് സംബന്ധിച്ച് അന്തിമ ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കും. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് കംപ്ലയൻസ് അതോറിറ്റി മുമ്പാകെ നേരിട്ട് ഹാജരാകുകയായിരുന്നു ഉചിതമെന്ന് ജസ്റ്റിസ് പി സുരേഷ് കുമാർ വാക്കാൽ പരാമർശിച്ചു. നിയമാനുസൃതം രൂപീകരിച്ച സംവിധാനമാണ് പോലീസ് കംപ്ലയൻസ് അതോറിറ്റി. ഈ സാഹചര്യത്തിൽ ഐജി കത്തയക്കുകയായിരുന്നില്ല വേണ്ടത് എന്നും ഹൈക്കോടതി പറഞ്ഞു. ജൂൺ 2 ഹാജരാകാനാണ് പോലീസ് കംപ്ലയൻസ് അതോറിറ്റി മുൻ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നത്. ഇത്തരം നിർദ്ദേശം നൽകാൻ അതോറിറ്റിക്ക് അധികാരമില്ലെന്നായിരുന്നു ഐജിയുടെ വാദം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്രമസമാധാന പാലനത്തിന് ചുമതലയുള്ള ഡിജിപി പദവിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ സെൻകുമാറിന് അതൃപ്തി. തന്നെ മാറ്റിയത് ചട്ടപ്രകാരമല്ലെന്നും ഇതിനെതിരെ തനിക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എത്ര ശ്രമിച്ചാലും തനിക്ക് ബെഹ്റയെപ്പോലെയാകാൻ കഴിയില്ലെന്നും സെൻകുമാറിന്റെ ഒളിയമ്പ്. ഏത് സ്ഥാനചലനത്തിനും അതിന്റേതായ സന്ദേശമുണ്ടാകുമെന്ന് ഡിജിപി ജേക്കബ് തോമസ് പ്രതികരിച്ചു. സെൻകുമാറിനുള്ള മറുപടി പിന്നീട് പറയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. സംസ്ഥാന പോലീസിലെ താക്കോൽ സ്ഥാനങ്ങളിൽ അഴിച്ചുപണി തുടങ്ങിയതിന് പിന്നാലെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ടി പി സെൻകുമാർ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ചട്ടപ്രകാരമല്ല സ്ഥലമാറ്റമെന്നും തനിക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പം നിയമപരമായിട്ട് ഇതിലുള്ള തെറ്റുകളൊക്കെ എനിക്കറിയാം. സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെ വയലേഷൻ പ്രകാശ് സിംഗ് കേസിന്റെ ഉണ്ട്, അതുപോലെ കേരള പോലീസ് ആക്ടിന്റെ വയലേഷൻ ഉണ്ട്. ഇതൊക്കെ അറിയാം. അങ്ങനെ ഒരു ഇതിൽ പറ്റിയുകൊണ്ട് എനിക്ക് ഐ മേ സ്റ്റിൽ യൂസ് മൈ ലീഗൽ ഓപ്ഷൻ. തന്റെ പിൻഗാമിയായി ഡിജിപി ബാറ്റൺ ഏറ്റുവാങ്ങുന്ന ലോക്നാഥ് ബെഹ്റയ്ക്കും കിട്ടി സെൻകുമാറിന്റെ കയ്യിൽ നിന്നും മുനവച്ച 2 വാക്ക്. കാരണം ഐ ഡോണ്ട് ഹാവ് എനി എന്താ പറയുന്നത് ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 5 സ്റ്റാർ ഡിന്നറോ ഒന്നുമില്ല. സ്റ്റേറ്റ് ബോൺ ആൻഡ് ബോട്ടപ്പ്. നമ്മൾ കുറച്ച് സമയം പുറത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഈ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഈച്ച് ഗവൺമെന്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പോളിസി. അവരുടെ പ്രിഫേർഡ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹമുള്ള ഒരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല, അതെനിക്കറിയാം. ദാറ്റ് ഈസ് ഫോർ ദ ഗവൺമെന്റ് ടു ഡിസൈഡ്. ഇൻ എനി കേസ് ഐ കനോട്ട് ബിക്കം ബെഹ്റ. ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. സെൻകുമാർ ക്യാൻ ബി സെൻകുമാർ, ബെഹ്റ ക്യാൻ ബി ബെഹ്റ. കാവ്യനീതി എന്നോണം പുതിയ വിജിലൻസ് ഡയറക്ടറാവുന്ന ജേക്കബ് തോമസിന്റെ പ്രതികരണം അർദ്ധഗർഭമായിരുന്നു. ഏത് സ്ഥാനചലനത്തിന് പിന്നിലും ഒരു സന്ദേശമുണ്ടാകുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു വെച്ചപ്പോൾ അതെവിടെയൊക്കെയോ കൊള്ളുന്നത് പോലെ തോന്നി. എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും ഒരു ഭംഗിയുണ്ടല്ലോ, എല്ലാത്തിലും മെസ്സേജുകളില്ലേ നല്ലതും. സർക്കാരിനെ വിമർശിച്ച സെൻകുമാറിനുള്ള മറുപടി പിന്നെ പറയാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ വന്നയുടനെ അതിനു മുമ്പത്തെ LDF സർക്കാർ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥരെയും മാറ്റിയിരുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഏതായാലും ശ്രീ സെൻകുമാർ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മുഖം നോക്കാതെ നിയമം നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ വളരെയേറെ പ്രാഗൽഭ്യം ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിവരാൻ താൽപര്യം പ്രകടിപ്പിച്ച DGP മഹേഷ് കുമാർ സിംഗ്ലയെ ഒഴിവാക്കി 1 വർഷം മുമ്പാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള DGPയായി സർക്കാർ നിയമിച്ചത്. 1991 അധികാരത്തിലെത്തിയ കരുണാകരൻ സർക്കാർ അന്നത്തെ DGP രാജഗോപാലൻ നായരെ മാറ്റി TV വെങ്കടാചലത്തെ നിയമിച്ചിരുന്നു. 2001 അധികാരത്തിലെത്തിയ AK ആന്റണിയും അന്നത്തെ DGP പത്മനാഭനെ മാറ്റി ജോസഫ് ഡഗ്ലസിനെ നിയമിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സീനിയർ ഉദ്യോഗസ്ഥരെ പുറത്തു നിർത്തി താരതമ്യേന ജൂനിയർ ഉദ്യോഗസ്ഥരെ നിയമിച്ച സർക്കാരിന്റെ നടപടി വിമർശന വിധേയവുമായിരുന്നു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പോലീസിൽ നീതിപാലനവും കുറ്റാന്വേഷണവും വേർതിരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പോലീസിലെ അഴിമതിക്കാരോട് സീറോ ടോളറൻസ് സമീപനമാകും ഉണ്ടാവുക. കേരള പോലീസിനെ സാങ്കേതിക മികവിൽ ഇന്ത്യയിലെ 1ാം നമ്പർ സേനയാക്കുമെന്നും ബെഹ്റ കൂട്ടിച്ചേർത്തു. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവിയായി നിലവിൽ ഫയർഫോഴ്സ് കമാൻഡന്റ് ജനറലായി പ്രവർത്തിക്കുന്ന ലോക്നാഥ് ബെഹ്റ ഇന്നു മുതൽ മാറിത്തീരുകയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. DGPയായി നിയമിക്കപ്പെടുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇത് തന്റെ ഭാഗ്യമാണെന്നും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ലോക്നാഥ് ബെഹ്റ സംസാരിച്ചു തുടങ്ങിയത്. പോലീസ് സ്റ്റേഷനുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇനി മുതൽ നിർബന്ധമാക്കും. ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതി പോലീസിനുള്ളിൽ നടപ്പിലാക്കും. ഇതിനായി സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുമെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. ഇതിലെ
ബേസിക് പോലീസിംഗ് വിത്ത് മോഡേൺ ഔട്ട്ലുക്ക് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ കേരള പോലീസ് ടെക്നോളജി നമ്പർ 1 ആക്കും. ഉദ്യോഗസ്ഥരുടെ അപജയം മൂലം ചുവപ്പ് നാളയിൽ കുടുങ്ങി കേന്ദ്ര ഫണ്ടുകൾ നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാവില്ലെന്നും നിയുക്ത DGP പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കുറ്റാന്വേഷണവും നീതി നിർവഹണവും 2 മേഖലകളായി തിരിക്കുമെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ക്രമസമാധാനവും നീതി നിർവഹണവും രണ്ടാക്കുക എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഹൈക്കോടതി അടക്കം പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ രണ്ടായി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ്, അപ്പോൾ ഞാൻ നടപ്പാക്കും. സംസ്ഥാന പോലീസിനുള്ളിൽ സമഗ്രമായ അഴിച്ചുപണിയും സമൂലമായ മാറ്റവും കൊണ്ടുവരുമെന്ന് തന്നെയാണ് ശ്രീ ലോക്നാഥ് ബെഹ്റ കൈരളി പീപ്പിൾ ടിവിയോട് പറഞ്ഞത്. ക്യാമറമാൻ അജിത്തിനൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. വിവാദങ്ങളില്ലാതെ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമം കണക്കിലെടുത്ത് പുതിയ പദ്ധതികൾ അനിവാര്യമാണ്. നിലവിൽ 1200 മെഗാവാട്ട് വൈദ്യുതി കുറവാണുള്ളത്. വിവാദങ്ങൾ കിടന്നൽകാതെ സമവായത്തിലൂടെ ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആ പദ്ധതിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിവാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയിലും പൊതുസമൂഹത്തിലും വിവാദങ്ങൾ ഉന്നയിക്കുന്നവരുമായിട്ടെല്ലാം കൂടിയാലോചന നടത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൺഫ്രണ്ടേഷന്റെ ഒരു പാതയില്ലെന്ന്. ക്ലിയർ ആകേണ്ട വേറെന്ത് കാര്യം? അത് നടപ്പിലാക്കിയേ പറ്റുമെന്ന് ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, നാട്ടുകാർക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഇടപെടുന്നുള്ളൂ. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കും. സോളാർ, വിൻഡ് പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകും. 1 വർഷത്തിനുള്ളിൽ സോളാറിൽ നിന്ന് 50 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 50 വർഷം മുൻകൂട്ടി കണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി മുടങ്ങുന്നത് അറിയിക്കാൻ SMS സംവിധാനം ഏർപ്പെടുത്തും. ബില്ലടയ്ക്കാൻ ഓൺലൈൻ സംവിധാനം കൊണ്ടുവരുമെന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിൽ അപാകതയില്ലെന്നും അഴിമതി കുറയ്ക്കാനാകുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാമ്പിളുകളിൽ കൊലയാളിയുടെ DNA കണ്ടെത്തി. ജിഷയുടെ നഖത്തിൽ കണ്ടെത്തിയ ചർമ്മകോശങ്ങളിൽ നിന്നാണ് DNA ലഭിച്ചത്. വാതിൽക്കുളത്തിൽ പുരണ്ട രക്തത്തിൽ നിന്നും DNA കിട്ടി. കടിയേറ്റ പാടിൽ നിന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും ഇതേ DNA തന്നെയാണ്. ജിഷയുടെ ചുരിദാറിൽ കടിയേറ്റ ഭാഗത്ത് പറ്റിയിരുന്ന ഉമിനീരിൽ നിന്നും ശേഖരിച്ച DNA ഫലമാണ് ആദ്യം പോലീസിന് ലഭിച്ചത്. ഇത് കൊലയാളിയുടേതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കൂടുതൽ സാമ്പിളുകൾ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ജിഷയുടെ നഖത്തിനിടയിൽ കണ്ടെത്തിയ ചർമ്മകോശങ്ങളിൽ നിന്നുള്ള DNAയും വാതിൽക്കുളത്തിൽ നിന്നും ലഭിച്ച രക്തത്തിൽ നിന്നും ശേഖരിച്ച DNAയുമാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഈ 2 DNAയും നേരത്തെ ശേഖരിച്ച ഉമിനീരിലടങ്ങിയ DNAയും ഒരാളുടേതാണ് എന്ന് പരിശോധനാഫലത്തിൽ വ്യക്തമായി. ഇതോടെ പോലീസിന് ലഭിച്ച DNA ജിഷയുടെ ഘാതകന്റേതാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. ജിഷയെ കൊലപ്പെടുത്തുന്ന സമയത്ത് കൊലയാളിക്ക് പരിക്കേറ്റിരുന്നുവെന്നും DNA ഫലം തെളിയിക്കുന്നു. സംശയമുള്ളവരുടെ DNAയുമായി പരിശോധനാ ഫലം ഒത്തുപോയാൽ ജിഷയുടെ കേസ് പോലീസിന് എളുപ്പം തെളിയിക്കാനാകും. അയൽവാസികളുടെയും ജിഷയുടെ അമ്മ, സഹോദരി തുടങ്ങിയ ബന്ധുക്കളുടെയും മൊഴിയിൽ നിന്നുള്ള സൂചനകൾ അനുസരിച്ച് സംശയമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുകയും അവരുടെ DNAയുമായി താരതമ്യ പരിശോധന നടത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളെ വരവേൽക്കാനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നീണ്ട 2 മാസത്തെ അവധിക്കാലത്തിന് വിട. ഇനി പഠനകാലം. 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ആദ്യാക്ഷരം നുകരാനായി എത്തുക. കുട്ടികളെ വരവേൽക്കാൻ എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി പഞ്ചായത്ത് തലങ്ങളിലും സർക്കാർ സ്കൂളുകളിൽ പ്രവേശനോത്സവം ഒരുക്കുകയാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ P. ജയചന്ദ്രൻ ആലപിച്ച സ്വാഗതഗാനം വിദ്യാർത്ഥിനികൾ ആലപിച്ചും അതിനൊത്ത് നൃത്തച്ചുവടുകൾ വെച്ചുമാണ് കുട്ടികളെ വരവേൽക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോം, പാഠപുസ്തകം എന്നിവയുടെ വിതരണവും ചടങ്ങിൽ നടക്കും. അറിവിന്റെ ആദ്യാക്ഷരം നുകരാനായി കരഞ്ഞും ചിരിച്ചുമൊക്കെ 10,000-കണക്കിന് കുട്ടികളായിരിക്കും ഓരോ സ്കൂളുകളിലേക്കും എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് മധുരവും കളിപ്പാട്ടവും ഒക്കെ നൽകി വിപുലമായിട്ടുള്ള ഒരു പ്രവേശനോത്സവം തന്നെയാണ് ഓരോ സ്കൂളിലും ഒരുക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരുമാനോ.
മഹാരാഷ്ട്രയിലെ പുൽഗാവിലുള്ള സൈനിക ആയുധശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. 2 ഓഫീസർമാരും 15 ജവാന്മാരുമാണ് കൊല്ലപ്പെട്ടത്. 19 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. സമീപ ഗ്രാമത്തിൽ നിന്ന് 1000 പേരെ ഒഴിപ്പിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതായി അധികാരികൾ അറിയിച്ചു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ആയുധശാലയിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള രാസവസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തമുണ്ടായതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേരയ്ക്ക് പ്രമുഖ ആയുധ വ്യാപാരിയിൽ നിന്നും സഹായം ലഭിച്ചുവെന്ന് കേന്ദ്ര ധനമന്ത്രാലയം പരിശോധിക്കുന്നു. ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിയുടെ സഹായം ലഭിച്ചോ എന്നാണ് പരിശോധിക്കുന്നത്. 2009 പ്രമുഖ ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരി ലണ്ടനിൽ ബ്രിയാൻസ്റ്റൺ സ്ക്വയറിൽ 19 കോടി രൂപ വിലമതിക്കുന്ന വസതി വാങ്ങിയിരുന്നു. ഇത് റോബർട്ട് വധേരയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. 2010 ഈ വീട് വിൽക്കുകയും ചെയ്തു. സഞ്ജയ് ഭണ്ഡാരിയുടെ 18 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ നിന്നും ലഭിച്ച ചില ഇമെയിൽ സന്ദേശങ്ങൾ വീട് വാങ്ങിയതുമായി ബന്ധപ്പെട്ടതായിരുന്നു. വീടിന്റെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച വിവരങ്ങളും മെയിലിലുണ്ട്. ഈ മെയിലിലാണ് റോബർട്ട് വധേരയുടെ പങ്ക് വ്യക്തമാകുന്നത്. സഞ്ജയ് ഭണ്ഡാരിയുടെ ബന്ധു സുമിത് ചന്ദയ്ക്ക് അയച്ച മെയിലിൽ വീട് അറ്റകുറ്റപ്പണിയുടെ തുക സംബന്ധിച്ചും ചർച്ചയുണ്ട്. ചെലവായ തുക റോബർട്ട് വധേരയിൽ നിന്നും ഈടാക്കണമെന്ന് സുമിത് ചന്ദ ആവശ്യപ്പെടുന്നു. എന്നാൽ വധേരയുടെ അഭിഭാഷകൻ ആരോപണങ്ങൾ പാടെ നിഷേധിച്ചു. മരുമകനെതിരെയുള്ള ആരോപണം സോണിയാഗാന്ധിയും നിഷേധിച്ചു. തെളിവുണ്ടെങ്കിൽ മോദി കേസുമായി മുന്നോട്ടു പോകട്ടെ എന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വധേരയ്ക്കെതിരെ നേരത്തെയും അഴിമതി കേസുകളുണ്ട്. ഹരിയാനയിലും രാജസ്ഥാനിലും വധേര ഭൂമി വാങ്ങിയത് സംബന്ധിച്ച് അതാത് BJP സർക്കാരുകൾ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ ആഫ്രിക്കൻ വംശജരുടെ പ്രതിഷേധ പ്രകടനം നടന്നു. ദില്ലിയിൽ വ്യാപകമായി ആഫ്രിക്കൻ വംശജർക്കെതിരെ ആക്രമണം നടക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. രാജ്യ തലസ്ഥാനത്ത് തന്നെ നാണക്കേടാവുകയാണ് ആഫ്രിക്കൻ വംശജർക്ക് നേരെയുള്ള ആക്രമണം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ദില്ലിയിൽ പഠന ആവശ്യങ്ങൾക്കും മറ്റുമായി താമസിക്കുന്നുണ്ട്. ഇവർക്ക് നേരെയാണ് വംശീയപരമായ അധിക്ഷേപവും അക്രമവും നടക്കുന്നത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി തെക്കൻ ദില്ലിയിലെ വസന്ത് കുഞ്ചിൽ ഗോങ്കോ സ്വദേശിയെ വാക്കുതർക്കത്തിനിടെ അക്രമികൾ തല്ലിക്കൊന്നു. കൂടാതെ കഴിഞ്ഞ ദിവസവും ആഫ്രിക്കൻ പൗരന്മാർക്കെതിരെ ആക്രമണങ്ങളുണ്ടായി. So today we are celebrating our Heroes Day, our foreign hero, the people that fought war so that we Biafra may live. हम भारत में दूसरे कंट्री में जाकर रहते हैं, हम चाहते कि हमें सम्मान मिले, इज्जत मिले, सुरक्षा मिले, तो क्या हम दूसरी कंट्री से जब लोग आते हैं क्या उन्हें हम सुरक्षा मुहैया नहीं करा सकते? അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അംബാസിഡർമാർ മോദി സർക്കാരിന്റെ 2ാം വാർഷികാഘോഷം ബഹിഷ്കരിച്ചിരുന്നു. ഭീതി കൂടാതെ ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദില്ലി ജന്തർ മന്ദിറിൽ ആഫ്രിക്കൻ വംശജർ ഒത്തുകൂടുന്നത്. പ്രതിഷേധവുമായി നിരവധി ആഫ്രിക്കൻ വംശജരാണ് ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയത്. ഇവരിൽ പലർക്കും വംശീയതയുടെ പേരിൽ അക്രമത്തിന് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. ജന്തർ മന്ദിറിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സാർലിംഗ്. ഫുട്ബോളിലും ക്രിക്കറ്റിലും നാളെയുടെ താരമാകാൻ തയ്യാറാവുകയാണ് ഒരു 2.5 വയസ്സുകാരൻ. കൊല്ലം കാവനാട് സ്വദേശി സുനിൽകുമാർ ഗായത്രി ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥാണ് ഈ അത്ഭുത ബാലൻ. 1 വയസ്സിലാണ് സിദ്ധാർത്ഥന് കളിക്കാൻ ബാൾ നൽകിയത്. അന്ന് തുടങ്ങിയ കളി ഇപ്പോൾ കാര്യമായി. ഫുട്ബോൾ കിക്ക് ചെയ്യുന്നതിലും പാസ് ചെയ്യുന്നതിലും സിദ്ധാർത്ഥന് സ്വന്തം സ്റ്റൈലുണ്ട്. ഒപ്പം കളിക്കുന്നവർക്ക് ആത്മാർത്ഥതയില്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെ വക ശകാരവും ഉറപ്പ്. ഇനി ക്രിക്കറ്റിലാണെങ്കിലും ബാറ്റ് പിടിക്കുന്നത് മുതൽ സ്ട്രൈക്ക് ചെയ്യുന്നതുവരെ തികഞ്ഞ പക്വതയാണ് സിദ്ധാർത്ഥിന്റേത്. വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം മകന്റെ അഭിരുചി മനസ്സിലാക്കി പ്രോത്സാഹനം നൽകുകയാണ് താല്പര്യമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. അവന് കൂടുതൽ ക്രേസ് കളിയാ, അതിനോടാണ് ഞങ്ങൾ കൂടുതൽ ഇത് കൊടുക്കുന്നത്. അവന് കൂടുതൽ താല്പര്യമുള്ളതിനോട് തന്നെ കളിക്കാരനാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവനൊരു വലിയ കളിക്കാരനാവണമെന്നുള്ളതാണ്. പിന്നെ അവൻ്റെ ഭാവി എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം. സിദ്ധാർത്ഥ് എന്ന കുട്ടി നല്ല രീതിയിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. നല്ല സ്ട്രോക്കും നല്ല 2.5 വയസ്സ് തൊട്ട് തുടങ്ങിയത് നല്ലൊരു ഭാവിയുള്ള പയ്യനാണ്. നല്ല ഫീച്ചറാണ്, സ്ട്രൈക്ക് ചെയ്യും, നല്ല ഗ്രൗണ്ട് ഷോട്ടുകളായി സിക്സേഴ്സ് അടിക്കും, നല്ല എനർജിയാണ്, നല്ല സ്റ്റാമിന ആണ്. നല്ല രീതിയിൽ ആ കുട്ടിക്ക് നല്ലൊരു ഫീച്ചറുണ്ട് ഭാവിയിൽ. റൊണാൾഡീഞ്ഞോ, മെസ്സി, സച്ചിൻ ടെണ്ടുൽക്കർ, കോഹ്ലി തുടങ്ങിയ കായിക താരങ്ങളുടെ പേരുകൾ ഈ കുഞ്ഞിവായിലൂടെ സ്ഫുടതയില്ലാതെ പറയുന്നത് കേൾക്കാനും ഒരു രസമാണ്. സിദ്ധാർത്ഥന് പ്രതിബന്ധങ്ങൾ ഇഷ്ടമല്ല. അത് കായിക രംഗത്താണെങ്കിലും ശരി, ഏത് രംഗത്താണെങ്കിലും ശരി, എന്തിനേയും അവൻ അതിജീവിക്കും.
അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ശ്രീ രവിശങ്കറിനെതിരെ വിമർശനവുമായി ദേശീയ ഹരിത ട്രിബ്യൂണൽ. യമുനാ തീരത്ത് സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചതിന് കോടതി ചുമത്തിയ പിഴ എത്രയും വേഗം അടച്ചു തീർക്കണമെന്ന് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടു. സാംസ്കാരിക സംഗമത്തിന് വേദിയൊരുക്കിയത് പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. പിഴ അടച്ചില്ലെങ്കിൽ രവിശങ്കറിന്റെ സംഘടനയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. രവിശങ്കറിന് കനത്ത തിരിച്ചടിയാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിൽ നിന്നും ലഭിച്ചത്. ദില്ലിയിൽ യമുനാ തീരത്ത് കൃഷിഭൂമി വ്യാപകമായി കയ്യേറി നികത്തി പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ച് സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത് നേരത്തെ വിവാദമായിരുന്നു. 5 കോടി രൂപ പിഴയായി രവിശങ്കറിന് ഹരിത ട്രിബ്യൂണൽ ചുമത്തി. എന്നാൽ ഇതുവരെ 25 ലക്ഷം രൂപ മാത്രമാണ് പിഴയായി രവിശങ്കർ അടച്ചത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പിഴയടയ്ക്കാൻ രവിശങ്കർ തയ്യാറായിട്ടില്ല. ഇത് നിയമലംഘനമാണെന്നും പിഴയടച്ചില്ലെങ്കിൽ ശ്രീ രവിശങ്കറിന്റെ സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും ഹരിത ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. സാംസ്കാരിക സംഗമത്തിനായി വേദിയൊരുക്കിയത് പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി സന്നദ്ധ സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരുമാണ് കോടതിയെ സമീപിച്ചത്. ചടങ്ങ് നിർത്തിവെക്കാൻ അന്ന് കോടതി ആവശ്യപ്പെട്ടെങ്കിലും അത് പരിഗണിക്കാതെ രവിശങ്കർ നടത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ക്യാൻസറിന്റെ നിരക്ക് വൻതോതിൽ ഉയരുന്നതായി പഠനങ്ങൾ. യുവാക്കൾക്കിടയിൽ ഇത്തരം ക്യാൻസർ വർദ്ധിച്ചു വരുന്നതായും ക്യാൻസർ ചികിത്സാ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ലോക പുകയില വിരുദ്ധ ദിനം കൂടി ആചരിക്കുമ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും അപകട മുന്നറിയിപ്പും നൽകുകയാണ് ക്യാൻസർ രോഗ ചികിത്സാ രംഗത്തെ ഡോക്ടർമാർ. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ക്യാൻസർ കേരളത്തിൽ വർദ്ധിക്കുന്നുവെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. യുവാക്കൾക്കിടയിൽ പുകവലി, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം വൻതോതിൽ ഉണ്ടായിരിക്കുന്നുവെന്നും ഇത് തടഞ്ഞില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും ഓങ്കോളജി വിഭാഗം ഡോക്ടർ നിതിൻ രാജ് പറയുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറുകൾ വായിലുണ്ടാകുന്ന ക്യാൻസറുകളാണ്. ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ ഏറ്റവും കൂടാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ പുകയില ഉൽപ്പന്നങ്ങൾ, സ്മോക്കിംഗ്, അതിന് പുറമെ പുകവലിക്ക് പുറമെ വായിൽ വെക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, ഇത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് 20-30 മടങ്ങാണ്. റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്ന ക്യാൻസർ രോഗികളിൽ 25% പുകയില ഉപയോഗിച്ചതിനെ തുടർന്ന് രോഗം പിടിപെട്ടവരാണെന്നും ഡോക്ടർമാരുടെ പഠനം വ്യക്തമാക്കുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കർഷകരെ സഹായിച്ചിരുന്ന ഫീൽഡ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ റബ്ബർ ബോർഡിൽ നീക്കം നടക്കുന്നു. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ പേരിൽ ആദ്യഘട്ടത്തിൽ അടച്ചുപൂട്ടുന്നത് 6 ഓഫീസുകളാണ്. റബ്ബർ ബോർഡ് തീരുമാനം വൻകിടക്കാരെ സഹായിക്കാനാണെന്ന ആരോപണവും ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി 60ഓളം ഫീൽഡ് ഓഫീസുകളുണ്ട്. റബ്ബർ കർഷകർക്ക് സബ്സിഡി അടക്കം നൽകി വരുന്ന ഈ ഫീൽഡ് ഓഫീസുകൾ ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ട് അടച്ചുപൂട്ടാനാണ് റബ്ബർ ബോർഡ് തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിൽ പള്ളിക്കര, ആര്യങ്കാവ്, പാണ്ടിക്കാട്, ഏറ്റുമാനൂർ, പാമ്പാടി, പെരുവ എന്നിവിടങ്ങളിലെ 6 ഫീൽഡ് ഓഫീസുകൾ ജൂൺ 30-ന് അടച്ചുപൂട്ടും. റബ്ബർ ബോർഡ് തീരുമാനം വൻകിടക്കാരെ സഹായിക്കാനാണെന്ന ആരോപണം ശക്തമായി. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ. ഭാവിയിൽ റബ്ബർ കൃഷിക്കാരെ വലിയ രൂപത്തിൽ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതോടൊപ്പം ഇന്ത്യയിലെ ബഹുരാഷ്ട്ര ഭീമന്മാരായിട്ടുള്ള റബ്ബർ കമ്പനിക്കാർക്ക് യഥേഷ്ടം റബ്ബർ ഇറക്കുമതി ചെയ്യുക എന്ന കേന്ദ്ര ഗവൺമെന്റ് നയം അനുസ്യൂതം തുടരാനുമാണ് ഇപ്പോൾ ഇവർ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഫലമുണ്ടാകുന്നത്. അടച്ചുപൂട്ടുന്ന ഓഫീസുകളിലെ ജീവനക്കാരെ അസം, ഒറീസ, ത്രിപുര എന്നിവിടങ്ങളിലേക്ക് മാറ്റാനുള്ള ആലോചന റബ്ബർ ബോർഡിൽ തുടരുകയാണ്. സംസ്ഥാനത്തെ റബ്ബർ കൃഷി വികസനം പൂർണ്ണമായും അവസാനിപ്പിച്ച് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ തീരുമാനമെന്നാണ് അറിയുന്നത്. ഇതിനെതിരെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്.